നമുക്കറിയാം നമ്മുടെ സഭയ്ക്ക് ഒത്തിരി നന്മകളുണ്ട്, കുറവുകളുമുണ്ട്, പക്ഷേ നന്മകളുമുണ്ട്. നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒത്തിരിയേറെ നന്മകളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ അടിസ്ഥാനം സൺഡേ സ്കൂളാണ്. പക്ഷേ നന്മകളെല്ലാം നിലനിൽക്കുകയും നമ്മുടെ സൺഡേ സ്കൂൾ സംവിധാനത്തിന് ഒരു കുറവുണ്ട്. എന്താണെന്നറിയാമോ? നമ്മൾ തീവ്രവാദികളെ ഒന്നും ഉണ്ടാക്കുന്നില്ല മതം പഠിപ്പിച്ച്, പക്ഷെ തീഷ്ണമതികളെയും ഉണ്ടാക്കുന്നില്ല. എല്ലാവരും പറയുന്നില്ല മതം പഠിപ്പിക്കരുത്, മതം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയതയുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വലിയ മതതീവ്രവാദം ഉണ്ടാവും. നമ്മൾ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ട് 12 വർഷം നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ ഒറ്റ തീവ്രവാദി ഉണ്ടായിട്ടില്ല. നമുക്ക് എവിടെയും അഭിമാനപൂർവ്വം പറയാം. പക്ഷെ നേരെ ഓപ്പോസിറ്റ് എന്താണെന്നറിയാമോ? തീഷ്ണമതികളും ഇല്ല. ഈ അടുത്ത നാളില് ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് വളരെ വിചിത്രമായ ഒരു ആഗ്രഹവുമായിട്ട് വന്നു. അവളുടെ അപ്പനും ഉണ്ട് കൂടെ. എന്താണത്? പിതാവേ, ഞാനൊരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. അവളും ഡോക്ടറാണ്, ഒറ്റ മോളാണ്, ഡോക്ടറാണ്. ഒരു മുസ്ലിം ഡോക്ടറുമായിട്ട് പ്രണയത്തിലാണ്. കല്യാണം ഉറപ്പിച്ചു. അപ്പം ഞാൻ അപ്പൻ ഉണ്ട്, അപ്പന് സമ്മതമൊക്കെയാണോ? അപ്പനിങ്ങനെ മിണ്ടാതിരിപ്പുണ്ട്. അപ്പന് ഇങ്ങനെ അവൾ പറയുന്നതൊക്കെ ശരിയെന്നുള്ള രീതിയിൽ പാവം അപ്പനിങ്ങനെ ഇരിപ്പുണ്ട്. എന്നിട്ട് അവളുടെ ആഗ്രഹം ഇതാണ്: എനിക്ക് പള്ളിയിൽ വെച്ച് ഒരാശീർവാദം തരണം. ഇപ്പോഴത്തെ ഫാഷൻ അതാണല്ലോ, ഇഷ്ടമുള്ളിടത്ത് പോയി കെട്ടുക, എന്നിട്ട് പള്ളിയിൽ വന്ന് ഒരു ആശീർവാദം മേടിക്കുക, എന്നിട്ട് അതെടുത്ത് ഫേസ്ബുക്കിൽ ഇടുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഫാഷൻ. അപ്പം ഞാൻ അവളോട് ചോദിച്ച, മോളെ, അവൻ വരുമോ നിൻ്റെ കൂടെ? അവൻ വരും. കാരണം അവർക്ക് അവരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മേൽ ഉള്ള പ്രതിജ്ഞകൾ മാത്രമേ അവർക്ക് വാലിഡായിട്ടുള്ളൂ. അവർ വന്ന് ഏത് ബൈബിളിന് മുമ്പിലും വന്ന് വെച്ച് വേണമെങ്കിൽ പ്രതിജ്ഞയൊക്കെ എടുക്കും. കാരണം അതൊന്നും അവർക്ക് ബൈൻഡിങ് അല്ല. അതാണ് അവരുടെ മതത്തിൻ്റെ പ്രത്യേകത. അവൻ വരും. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും നിങ്ങൾ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കത്തില്ല, പിന്നെ മോക്ക് എന്നാത്തിനായി ആശീർവാദം? അല്ല പിതാവേ, എനിക്ക് ആശീർവാദം വേണം. ഞാൻ ഇത്രയും വർഷം ഞാൻ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചു, എനിക്ക് ആശീർവാദം വേണം. അപ്പം ഞാൻ പറയുന്നത് ആശീർവാദം മാത്രം മതിയല്ലോ, അതിപ്പോൾ പള്ളി വെച്ച് വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് വികാരിച്ചൻ്റെ മുറി വെച്ച് ഒരു ആശീർവാദം എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങളൊരു എഗ്രിമെൻറ്റിലൊക്കെ എത്തിപ്പിരിഞ്ഞു. എന്നിട്ട് ഞാൻ അവളോട് പറഞ്ഞു, മോളെ, നീ പോകാൻ വരട്ടെ, നീ എനിക്ക് ഒരു ക്ഷമ തന്നിട്ട് പോകണം, എന്നോട് നീ ക്ഷമിക്കണം. ഉടനെ അവൾക്ക് ഭയങ്കര സങ്കടമായി. പിതാവ് എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കും? ഞാനല്ലേ പിതാവിനോട് ക്ഷമ ചോദിക്കും? ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് നിന്നോട് ക്ഷമ ചോദിക്കണം. കാരണം ഇത്രയും വർഷം നിന്നെ വേദപാഠം പഠിപ്പിച്ചിട്ട് ഇത്രയും മിടുക്കിയായ നിന്നെപ്പോലൊരു പെൺകുട്ടിയുടെ ഉള്ളിൽ ഈശോ ഏകരക്ഷകനാണെന്നും പ്രണയത്തിന്റെയോ വിവാഹത്തിന്റെയോ പേരിൽ ഒഴിവാക്കാനാവുന്നതല്ല നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എന്നും പഠിപ്പിക്കുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയി, എൻ്റെ രൂപത പരാജയപ്പെട്ടു പോയി, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം. ഉടനെ അവള് പറഞ്ഞു, അയ്യോ അങ്ങനെയൊന്നും പറയില്ല പിതാവേ, ഞാനങ്ങ് വിട്ടുപോയതാ, പോട്ടെ, പിതാവ് എന്നോട് ക്ഷമയെന്ന് ചോദിക്കണം പറഞ്ഞ് എന്നെ ആശ്വസിച്ചു. പക്ഷെ എൻ്റെ ഉള്ളിൽ അതൊരു നീറ്റലാണ്. എന്തുകൊണ്ട്? നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈശോ മിശിഹ ഏകരക്ഷകനാണെന്നും ഈശോ മിശിഹ ഉപേക്ഷിക്കാവുന്ന ഒന്നല്ലെന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് എനിക്ക് സാധിക്കുന്നില്ല? നമ്മുടെ സംവിധാനത്തിന് സാധിക്കുന്നില്ല. അതേസമയം മറ്റു ചില മതങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. ഞാൻ തന്നെ അവളോട് ചോദിച്ചു, മോളെ, നിന്നോടുള്ള പ്രണയത്തെ പ്രതി അവൻ നിന്റെ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാവോ? ഉടനെ അവൾ പറയാ, ഞാൻ ചോദിച്ചതാ പിതാവേ, പക്ഷെ അവരൊക്കെ ഭയങ്കര സ്ട്രോങ്ങാ. ഇപ്പം പിന്നെ നമ്മളാരാ? പറ, നിങ്ങൾ പറ. വീക്കാ. നമുക്ക് ഇത്രയും ശാസ്ത്രീയ സംവിധാനങ്ങളുള്ളത്, അവരൊക്കെ വലിയ സ്ട്രോങ് ആ കേട്ടോ, നമ്മൾ വളരെ വീക്കാ. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല.